കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ താമരശ്ശേരി ചുരത്തിൽ മൾട്ടി ആക്സിൽ വാഹനങ്ങളുടെ യാത്രയ്ക്ക് കർശന നിയന്ത്രണം. രാവിലെ 6 മണി മുതൽ രാത്രി 8 മണി വരെയാണ് നിയന്ത്രണം. കാലവർഷം അവസാനിക്കുന്നതുവരെയോ അല്ലെങ്കിൽ അടുത്ത ഉത്തരവുണ്ടാകുന്നതുവരെയോ നിയന്ത്രണം തുടരുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. അഞ്ജന സുകുമാരൻ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഞ്ജന, ഗുഡ് മോർണിംഗ്. സാധാരണ ഈ ചുരം വളവിൽ ഒരുപാട് തവണ വാഹനങ്ങൾ പണിമുടക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഗതാഗത തടസ്സം രൂക്ഷമാണ്. ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാലാവധി എങ്ങനെയായിരിക്കും നീട്ടുക, എത്ര നാൾ ഉണ്ടാവും എന്നതാണ്? ഗുഡ് മോർണിംഗ്. ഈ മഴക്കാലം കനക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ് താമരശ്ശേരി ചുരം വഴി മൾട്ടി ആക്സിൽ വാഹനങ്ങൾക്ക് ഇത്തരത്തിലൊരു നിയന്ത്രണം ജില്ലാ കളക്ടർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ 6, 7, 8 വളവുകളിൽ വീതി വർദ്ധിപ്പിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി നേരത്തെ ഉത്തരവുണ്ടായിരുന്നു മൾട്ടി ആക്സിൽ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട്. ആ ഉത്തരവ് തന്നെയാണ് ഇപ്പോൾ ഒരിക്കൽ കൂടി പുറത്തിറക്കിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് രാവിലെ 6 മണി മുതൽ രാത്രി 8 മണി വരെ മൾട്ടി ആക്സിൽ വാഹനങ്ങൾക്ക് ചുരത്തിലൂടെ നിയന്ത്രണം ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. അതായത് മൾട്ടി ആക്സിൽ വാഹനം എന്ന് പറയുമ്പോൾ ലോറികൾ, ട്രക്കുകൾ, അതോടൊപ്പം തന്നെ കണ്ടെയ്നർ തുടങ്ങി അതുപോലെയുള്ള രണ്ടോ അതിലധികമോ ആക്സിലുള്ള വാഹനങ്ങൾ, അവയാണ് ഈ ഗണത്തിൽ പെടുന്നവ. ഇത് ദുരന്ത നിവാരണ നിയമപ്രകാരമുള്ള ഉത്തരവ് പ്രകാരമാണ് ഇത്തരം ഒരു നിയന്ത്രണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഈ നിയന്ത്രണം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് റൂറൽ പോലീസ് മേധാവിക്കും ജില്ലാ കളക്ടർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ പോലീസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പറയുന്നത് ഈ നിയമം നടപ്പാക്കാൻ വേണ്ടി. അതായത് വയനാട് ലക്കിടിയിലും അതോടൊപ്പം തന്നെ താഴെ അടിവാരത്തും പ്രത്യേക പോലീസ് ഉദ്യോഗസ്ഥരെ ഈ മൾട്ടി ആക്സിൽ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി അവിടെ വിന്യസിക്കുമെന്നുള്ളതും പറയുന്നുണ്ട്. ഏതെങ്കിലും വിധത്തിൽ ഈ നിയമം തെറ്റിച്ച് വാഹനങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ ദുരന്ത നിവാരണ നിയമപ്രകാരം കടുത്ത നടപടി സ്വീകരിക്കുമെന്നുള്ളതും ജില്ലാ കളക്ടർ പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് മഴക്കാലം ആയതുകൊണ്ട് തന്നെ കൂടുതൽ അപകട സാധ്യത ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. നേരത്തെ പലവട്ടം ഇത്തരത്തിൽ വാഹനങ്ങളൊക്കെ കടന്നു പോകുമ്പോൾ അത് നമുക്ക് അറിയാവുന്നതാണ്. അല്ലെങ്കിൽ തന്നെ അവിടെ ചുരം വളവ് കുറച്ച് ബുദ്ധിമുട്ടേറിയതാണ്. അതിൻ്റെ കൂടെ മഴയും കൂടി ആയാൽ അത് സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ്. അതൊരു നല്ല തീരുമാനവുമാണ്. മറ്റൊന്ന്, മഴയിലാണ് അഞ്ജന നിൽക്കുന്നത്. മഴ എങ്ങനെയുണ്ട് അവിടെ? അതെ മോദി, ഇന്നലെ ഓറഞ്ച് അലർട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ മഞ്ഞ മുന്നറിയിപ്പാണ് ഉള്ളത്. രാത്രി പുലർച്ചെ 1 മണിയോടെ തുടങ്ങിയ മഴയാണ് കോഴിക്കോട് ജില്ലയിൽ. അതിപ്പോഴും തുടർന്നു പോകുന്നു എന്നുള്ളതാണ്. പലപ്പോഴും ശക്തമായ മഴയായിരുന്നു, ഇടിവെട്ടോടും മിന്നലോടും കൂടിയ മഴയായിരുന്നു രാത്രിയും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പല റോഡുകളും വെള്ളത്തിനടിയിലായിരുന്നു. ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മഴക്കാലപൂർവ്വ ശുചീകരണമൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും ഇത്തരത്തിൽ വെള്ളക്കെട്ടിപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. രാത്രിയിൽ ഈ പെയ്ത മഴയ്ക്കൊക്കെ നഗരത്തിലെ പ്രധാന റോഡുകൾ അത്രയും വെള്ളത്തിലായിരുന്നു. ഈ വാഹനങ്ങളൊക്കെ വളരെ ഏറെ ബുദ്ധിമുട്ടിയാണ് രാത്രിയിൽ ഈ മേഖലയിലൂടെയൊക്കെയും കടന്നു പോയിട്ടുള്ളത്. ഇപ്പോഴും മഴ തുടരുക തന്നെയാണ്. മലയോര മേഖലകളിലും ഇതുപോലെ തന്നെ ശക്തമായ മഴ ഇന്നലെ രാത്രിയിൽ ഉണ്ടായിരുന്നു. ഒരു 5 മണിയോടുകൂടി മഴയുടെ ശക്തി കുറഞ്ഞെങ്കിൽ പോലും ഇപ്പോഴും നേരിയ തോതിൽ മഴ പെയ്യുന്നുണ്ട്. അത് പല മേഖലകളിലും അത്തരത്തിൽ തന്നെയാണ്. മറ്റൊരു കാര്യം, ഈ തീരമേഖലയുമായി ബന്ധപ്പെട്ടാണ്. അവിടെ ശക്തമായ തിരമാലകൾക്ക് ഉള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കടൽക്ഷോഭം ഉണ്ടാകാനുള്ള സാധ്യത പറയുന്നു. ഒപ്പം തന്നെ ശക്തമേറിയ കാറ്റിനുള്ള സാധ്യതയും പറയുന്നുണ്ട്. ഏതായാലും ഇന്ന് യെല്ലോ മുന്നറിയിപ്പാണ് കോഴിക്കോട് ജില്ലയിലുള്ളത്. മൂടിക്കെട്ടി നിൽക്കുന്ന ഒരു അന്തരീക്ഷം തന്നെയാണ്. എപ്പോൾ വേണമെങ്കിലും മഴ അല്പം കൂടെ കനക്കാമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇങ്ങനെ ശക്തി പ്രാപിച്ച് വരുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. ജാഗ്രതയോടെ ഇരിക്കൂ, സുരക്ഷിതയായിരിക്കൂ.